Integrated പറഞ്ഞു പറയടോ. ഐ സി എന്ന് പറഞ്ഞാൽ എന്താ? circuit. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് മീൻസ് എന്താ? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കുറെ ഗേറ്റ് സർക്യൂട്ട് ഒരുമിച്ച് വെച്ചിട്ട്. എങ്ങനെ? കേട്ടില്ല. കുറെ ഗേറ്റ്സ് ഒരുമിച്ചാക്കിയിട്ട്. എന്താ മനസ്സിലാവുന്നില്ല പ്രണവ്. ഒന്നോ രണ്ടോ മൂന്നോ ഗേറ്റ്സ് ഒക്കെ ഒരുമിച്ച് വെച്ച് ഉണ്ടാക്കുന്ന സർക്യൂട്ട്. അത് നമ്മള് ലോജിക് ഫാമിലിയിൽ യൂസ് ചെയ്യുന്ന ഐ സിയിൽ രണ്ടോ മൂന്നോ ഗേറ്റ്സ് ഒരു ഐ സിയിൽ ഉണ്ടാവും. അതല്ല ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ഐ സി എന്ന് പറഞ്ഞാൽ എന്താ? ജനറലി ഡിജിറ്റൽ ഐ സി മാത്രമല്ല, അനലോഗ് ഐ സിസും ഉണ്ട്. ഐ സി എന്ന് പറഞ്ഞാൽ എന്താ ജനറലി? എനിവൺ? എന്താ നിങ്ങൾ ഇലക്ട്രോണിക്സ് തന്നെയാണ് പഠിക്കുന്നത്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ സി എന്ന് പറഞ്ഞാല് അനശ്വർ പറ, ഐ സി എന്താ? ആ, ഒരു സിംഗിൾ ചിപ്പില് കമ്പനി ചെയ്തിട്ടാക്കുന്നത് ഒറ്റ യൂണിറ്റ് ആക്കിയിട്ട് കുറെ സർക്യൂട്ട് ഒപ്പരം കമ്പനി. ആ, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പറഞ്ഞൂടെ? ഞാൻ എത്ര സമയം പേര് വിളിക്കാൻ കാത്തുന്നതാണോ? ഐ സി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാല് എല്ലാ കമ്പണൻസും, നോർമൽ നമ്മളൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ട്രാൻസിസ്റ്റർ, ഡയോഡ്, റെസിസ്റ്റർ, എല്ലാ കമ്പണൻസും നിങ്ങൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഐ സിയിൽ എന്താ കൂടെ സിംഗിൾ ചിപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? ഐ സി എന്ന് പറയുന്നത്. ഓക്കെ, സോ with the advances in IC technology, millions of gate equivalent circuits are integrated on a single chip. അപ്പോൾ നമ്മൾ ഈ ഐ സിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി ടെക്നോളജി, ഈ ഫാബ്രിക്കേഷൻ ടെക്നോളജി പുതിയ പുതിയ അഡ്വാൻസസ് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, മോർ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേം കൂടെ ലാർജ് സർക്യൂട്ട്സ് ഒരു സിംഗിൾ ഐ സി ചിപ്പിലേക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ അതിന്റെ ടെക്നോളജി ഡെവലപ്പ് ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് മോർ കമ്പോണൻസ് ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് ഓൺ എ സിംഗിൾ ചിപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിജിറ്റലിന്റെ കേസിൽ പറയുവാണെങ്കിൽ നിങ്ങളിപ്പം എല്ലാ ഗേറ്റ്സും ലാബിൽ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? എല്ലാ ഐ സി ആയിട്ടല്ലേ ഉള്ളത്. അപ്പൊ അതിനകത്ത് അതിന്റെയും നിങ്ങൾ പഠിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇത് പറഞ്ഞ പോലെ 4 ആൻഡ് ഗേറ്റ്സ് അല്ലെങ്കിൽ 4 ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതിൽ 1 2 ഇൻപുട്ട് 3 ഔട്ട്പുട്ട് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകുന്നു. ഇനി ആ ഒരു ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാല് ആക്ച്വലി അതെന്തായിരിക്കും? ഒരു ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാല് അതിന് ഡിസ്ക്രീറ്റ് കമ്പോണൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതായത് ട്രാൻസിസ്റ്റേഴ്സും റെസിസ്റ്റേഴ്സും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് ആൻഡ് ഓപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ഈ ട്രാൻസിസ്റ്റേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ശരിക്കും അതിന്റെ ഇന്റേണൽ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു സർക്യൂട്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ സിമ്പിൾ ഇറക്കുന്നു, 1 2 ഇൻപുട്ട് കൊടുക്കുന്നു, 3 ഔട്ട്പുട്ട് കിട്ടുന്നു എന്നാ പറയുന്നത് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ നമ്മുടെ റിക്വയർമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ട്രൂത്ത് ടേബിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ രീതിയിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബട്ട് ആക്ച്വലി അതിന്റെ ഈ ഗേറ്റിന്റെയും ശരിയായ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അല്ലെ, ആ ഗേറ്റിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡിസ്ക്രീറ്റ് കമ്പോണൻസ് തന്നെയാണ് ഉള്ളത്. അതായത് ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും ഡയോഡും ഇതൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഓരോ ഗേറ്റ്സും, നമ്മളിപ്പം പഠിച്ച എല്ലാ ഗേറ്റ്സും ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ്. ബട്ട് അതൊക്കെ ഐ സിയിൽ ഇതേപോലെ ഐ സി ടെക്നോളജി ഡെവലപ്പ് ആകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിംഗിൾ ചിപ്പിലേക്ക് ഈ കമ്പോണൻസ് കംപ്ലീറ്റ് നമ്മുടെ സർക്യൂട്ട്, നമ്മുടെ ആൻഡ് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഓർ ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട്, അത് കംപ്ലീറ്റ് ഐ സിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സിംഗിൾ ഐ സിക്കകത്ത് ഐ സി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 4 ഗേറ്റ്സ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന പിന്നെ നമ്മുടെ ഈ ഇന്റേണൽ സ്ട്രക്ചർ ആണ് ശരിക്കും നമ്മുടെ ഗേറ്റിന്റെ ഒക്കെ ഇന്റേണലി വരുന്ന സ്ട്രക്ചർ. അത് പല പല സർക്യൂട്ട്സ് ഉണ്ട്. മെയിൻലി ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഉണ്ട്, മോസ്ഫെറ്റ് യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സർക്യൂട്ട്സിന്റെ അറേഞ്ച്മെന്റ് നമ്മുടെ ഇതിന്റെയൊക്കെ ഇന്റേണലി എങ്ങനെയാണ് ഈ പറയുന്ന ഡിസ്ക്രീറ്റ് കമ്പോണന്റിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഐസിയിൽ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് എങ്ങനെയാണ്, അതാണ് ആക്ച്വലി ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ഏത് കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പിന്നെ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെന്റ് ലോജിക് ഫാമിലീസ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് വേണമെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് BJT യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്മുടെ ലോജിക് ഫംഗ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അതുപോലെ മോസ്ഫെറ്റ്, ഓക്കെ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ്, മോസ്ഫെറ്റ് ഫംഗ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഏത് ടെക്നിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഏത് പിന്നെ കമ്പോണൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഓരോ നമ്മുടെ ലോജിക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സും ഡിസൈൻ ചെയ്തേക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഡിഫറെന്റ് ലോജിക് ഫാമിലീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ലോജിക് ഫാമിലീസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് പഠിക്കാനുള്ളത്. നമുക്ക് ആ ലോജിക് ഫാമിലീസ് എന്തൊക്കെയാണ് വരുന്നത്, ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഇപ്പം ട്രാൻസിസ്റ്റർ മാത്രം യൂസ് ചെയ്തിട്ട് ഞാനൊരു ആൻഡ് ഗേറ്റ് ഉണ്ടാക്കിയാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കൂല മോസ്ഫെറ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആൻഡ് ഗേറ്റിന് ഉണ്ടാവുക. മനസ്സിലായോ? എന്ന് വെച്ചാൽ അതിന്റെ പല പല പെർഫോമൻസ് പാരാമീറ്റേഴ്സും ഡിഫർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പിന്നെ ഇതിൽ ഓരോ ഫാമിലിയിലും കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ എന്താണ് സർക്യൂട്ട് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യം നമുക്ക് ഈ ലോജിക് ഫാമിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലോജിക് ഫാമിലിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ടൈപ്പ് വരുന്നുണ്ട് എന്ന് അത് കഴിഞ്ഞ് പറയാം. ഓക്കെ, ഫസ്റ്റ് പറയാൻ പോകുന്നത് ഈ ലോജിക് ഫാമിലീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ സിംപ്ലി നിങ്ങൾ ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ ഗേറ്റിന്റെ ഒക്കെ ഇന്റേണൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ ആ ഇന്റേണൽ സ്ട്രക്ചർ മോസ്ഫെറ്റ് വെച്ചിട്ടും ട്രാൻസിസ്റ്റർ വെച്ചിട്ടും ഡയോഡ് റെസിസ്റ്റർ വെച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് നമുക്ക് പല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോന്നിന്റെയും പെർഫോമൻസും ഡിഫറെന്റ് ആയിരിക്കും. സോ അതിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ ജസ്റ്റ് ഒന്ന് ഐസിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഐസിന്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് അറിയോ? ഐസി എന്താന്ന് ചോദിച്ചിട്ട് ഇപ്പൊ പകുതി പേർക്ക് അറിയുള്ളൂ. അപ്പൊ ഐസിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് മെയിൻ ആയിട്ട് ഓവറോൾ സൈസ് ആണ്. ദാറ്റ് ഈസ് നിങ്ങൾ ഐസി യൂസ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ സൈസ് വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ്, reliability is improved, and we can reduce the power consumption. These are the main advantages of ICs. Okay, just include ചെയ്തേ ഉള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ലോജിക് ഫാമിലീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഫസ്റ്റ് വൺ, ലോജിക് ലെവൽസ്. That is, as you know, digital system uses binary number system. Okay, that is, we are using binary numbers 1 and 0 to represent different voltage levels. That is, നമുക്ക് ഹൈ വോൾട്ടേജ് ലെവൽ ആൻഡ് ലോ വോൾട്ടേജ് ലെവൽ ഉണ്ട്. അതിൽ നെഗറ്റീവ് ലോജിക്കും പോസിറ്റീവ് ലോജിക്കും ഉണ്ട് എന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഹൈ ലെവലിന് ലോജിക് 1 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ലോ ലെവലിന് ലോജിക് 0 ആണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് ലോജിക്, തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് ലോജിക്. സോ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ലോജിക് ആണ്. ദാറ്റ് ഈസ് ഹൈ ലെവൽ വോൾട്ടേജ് വാല്യൂസ് ഇൻഡിക്കേറ്റഡ് ബൈ ബൈനറി 1 ആൻഡ് ലോ ലെവൽ ബൈ ബൈനറി 0. Okay, so two signal values associated with the logic 1 and 0. ഇനി നമ്മളിപ്പം ഹൈ ലെവൽ വാല്യൂ ലോജിക് 1 ഇപ്പൊ നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോഴും കണ്ടിട്ടുണ്ടാകും അല്ലെ, ഒരു സ്വിച്ച് വെച്ചിട്ടാണ് ഇൻപുട്ട് ഒക്കെ കൊടുക്കുന്നത്. ഒരു പൊസിഷനിൽ വെച്ചാൽ നിങ്ങൾ എന്ത് പറയും, അത് ലോജിക് 1 കൊടുത്തു ഇൻപുട്ട് അല്ലെ, മറ്റേ പൊസിഷൻ ആണെങ്കിൽ ലോജിക് 0 എന്ന് പറയും. ഓക്കെ, ഒരു ഹൈ ലെവലും ലോ ലെവലും രണ്ട് ലെവലിലേക്ക് മാത്രമാണ് നമ്മൾ ഇൻപുട്ട് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ആക്ച്വലി ഈ സിഗ്നൽ വാല്യൂസ് ഞാൻ ലോജിക് 1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നമ്മുടെ ഡിജിറ്റൽ കിറ്റിലാണെങ്കിൽ ഒരു മാക്സിമം അതിനകത്തെ വോൾട്ടേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്ര വോൾട്ടാണ് ഡിജിറ്റൽ കിറ്റിൽ കിട്ടുന്നത്? സപ്ലൈ വോൾട്ടേജ് എത്രയാണ് അതിനകത്ത്? നിങ്ങൾ യൂസ് ചെയ്ത ഡിജിറ്റൽ കിറ്റില് വോൾട്ടേജ് എത്രയാ, സപ്ലൈ വോൾട്ടേജ് എത്രയാ സർക്യൂട്ടിന് കൊടുക്കുന്നത്? 5 വോൾട്ട് ആണ് അല്ലെ, കറക്റ്റ്. അപ്പോ 5 ആണ്. സോ ആ 5 വോൾട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഈ ആക്ച്വലി നമ്മുടെ പറയുമ്പോഴ് അപ്പൊ ഞാൻ ലോജിക് ഹൈ എന്ന് പറഞ്ഞാല് 5 വോൾട്ട്, ലോ എന്ന് പറഞ്ഞാല് 0. അങ്ങനെ നമുക്ക് കറക്റ്റ് ഒരു ലെവല് പറയാൻ പറ്റൂല. ആക്ച്വലി ലോജിക് 1 അല്ലെങ്കിൽ 1 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താവാം, ദാറ്റ് വിൽ ബി എ റേഞ്ച് ഓഫ് വാല്യൂസ്.
ഓക്കെ. അതേപോലെ ലോജിക് സീറോ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സീറോ ആയിരിക്കൂല. ദാറ്റ് ഓൾസോ വിൽ എ റേഞ്ച് ഓഫ് വാല്യൂസ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് വാല്യൂസ് സീറോന്റെ നിയർ ആയിട്ടുള്ള, അതായത് സീറോ പ്ലസ് കുറച്ചും കൂടെ വരും, അതാണ് നമ്മൾ ലോജിക് സീറോ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പം 5 വോൾട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ് എങ്കിൽ ഏകദേശം ആ 5ന്റെ ജസ്റ്റ് ബിലോ വരുന്ന കുറച്ച് പോയിന്റ്സും ആ റേഞ്ച് ഓഫ് വാല്യൂസിനെ ആയിരിക്കും എന്ത് പറയുന്നുണ്ടാവുക, ലോജിക് 1 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ രണ്ട് സിഗ്നൽ വാല്യൂസ് ലോജിക് 1 ആൻഡ് 0 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ നോട്ട് ബി എക്സാക്ട്ലി എ സിംഗിൾ വാല്യൂ. ദാറ്റ് ഈസ് സിംപ്ലി നമുക്ക് ഇങ്ങനെ ലോജിക് 1 എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആണ്, ലോജിക് 0 എന്ന് പറഞ്ഞാൽ 0 വോൾട്ട് ആണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ. സോ ദാറ്റ് റെപ്രസെന്റ് എ റേഞ്ച് ഓഫ് വാല്യൂസ്. ഫോർ എക്സാമ്പിൾ ലോജിക് 1 എന്ന് പറഞ്ഞാൽ മേ ബി 3.5 to 5 അങ്ങനെ പറയാം. അതേപോലെ ലോജിക് 0 എന്ന് പറഞ്ഞാൽ 0 to 2.5 ആ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ലോജിക് 0 എന്ന് പറഞ്ഞാൽ ഇതുപോലെ ദർ വിൽ ബി എ റേഞ്ച് ഓഫ് വാല്യൂസ്. സിമിലർലി ലോജിക് 1 മീൻസ് ദർ വിൽ ബി എ റേഞ്ച് ഓഫ് ഹൈ ലെവൽ വാല്യൂസ്. സോ ഇറ്റ് വിൽ നോട്ട് ബി എ സിംഗിൾ വാല്യൂ. ഓക്കെ. അപ്പൊ ആദ്യം ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഓൾറെഡി പറഞ്ഞതാണ്, ഹൈ വാല്യൂ ലോ വാല്യൂ ഒക്കെ അറിയുന്നല്ലേ, പോസിറ്റീവ് പൾസ് നെഗറ്റീവ് പൾസ്. ഓക്കെ. നമ്മൾ ഗ്രാഫ് ആയിട്ട് വരക്കുമ്പോഴേ ആക്ച്വലി ഡിജിറ്റലി ഗ്രാഫ് വരക്കുന്ന സമയത്ത് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി 0 വാല്യൂം, ഹൈ എന്ന് പറയുമ്പോൾ ഒരു 5 വോൾട്ട് അല്ലേ, ഇതുപോലെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കാണിക്കുന്നത്. ബട്ട് ഓൾവേസ് നമുക്ക് അങ്ങനെ എപ്പോഴും ലോജിക് 1 ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഓൾവേസ് അത് 5 വോൾട്ട് ആവണമെന്നോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് വാല്യൂ ആവണമെന്നില്ല. ഓക്കെ. ദാറ്റ് വിൽ ബി എ റേഞ്ച് ഓഫ് വാല്യൂ. ഇൻ ബിറ്റ്വീൻ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇൻ ബിറ്റ്വീൻ 4 to 5 വോൾട്ട് ആണെങ്കിൽ നമുക്കത് 1 ആയിട്ട് പറയാം. ലോ വോൾട്ടേജ് ഇപ്പം 0 to ഒരു 1 വോൾട്ട് വരെ വേണമെങ്കിൽ 0 ആയിട്ട് പറയാം. ഓക്കെ. ഡിപ്പെൻസ്. അപ്പൊ ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ലോജിക് ഫാമിലീസ് ഉണ്ടല്ലോ, ഓരോന്നിനും ഈ ലെവല് ഡിഫൈൻഡ് ആണ്. ഓരോ ലോജിക് ഫാമിലീസിനും ഇതേപോലെ 0 to ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ ലോജിക് സീറോയും, അതേപോലെ ഒരു പെർട്ടിക്കുലർ വാല്യൂ തൊട്ട് മാക്സിമം വോൾട്ടേജ് വരെ എന്താണ് ഹൈ വാല്യൂ ആയിട്ടും ഡിഫൈൻഡ് ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ലോജിക് ഫാമിലിക്കും ഇതേപോലെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെന്റ് ആയിരിക്കും. സോ ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ലോജിക് ലെവൽസ്. ലോജിക് ലെവലിൽ ഈ ഒരു പോയിന്റ് ഓർക്കുക, വി ഹാവ് ടു ലോജിക് ലെവൽസ്, ദാറ്റ് ഈസ് ഹൈ ആൻഡ് ലോ, ദാറ്റ് വി ആർ റെപ്രസെന്റിംഗ് ബൈ ബൈനറി നമ്പേഴ്സ് 1 and 0. Okay. And binary 1, logic 1 and 0 are not single value, but that are range of values. That is, you can represent like this. If first figure on the nokka. Okay. Here you can see the input-num output-num. അതേപോലെ അത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഡിഫറെന്റ് ലെവൽസ് ആയിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ ഇത് നിങ്ങൾ നോക്ക്, ഇൻപുട്ട്. ഓക്കെ. സോ ഞാൻ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഡിഫൈൻഡ് ആയിട്ടുണ്ടാവും. മിനിമം തൊട്ടിട്ട് ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ എന്ത് ചെയ്യാം, വാല്യൂനെ ലോജിക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു നമ്മൾ യൂസ് ചെയ്യാത്ത അൺയൂസ്ഡ് റീജിയൻ ഉണ്ടാവും. ഓക്കെ. ഈ റേഞ്ചിലുള്ള വോൾട്ടേജ് നമ്മൾ നോട്ട് അക്സെപ്റ്റഡ് ആണ്, അക്സെപ്റ്റ് ചെയ്യൂല. ദെൻ ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ ഈ ലെവൽ മുതൽ ഈ ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇനി ഇത് ഇൻപുട്ടിന് ഇങ്ങനെ ആയതുകൊണ്ട് ഔട്ട്പുട്ടിനും സെയിം ലെവൽ വരണം എന്നില്ല, ഔട്ട്പുട്ടിന് ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. അതാണ് രണ്ടും സെപ്പറേറ്റ് കാണിച്ചേക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഇൻപുട്ടിൽ നമുക്ക് ആക്ച്വലി ഇത്രയേ ഇന്റർമീഡിയറ്റ് റേഞ്ച് വരുന്നുള്ളൂ, പക്ഷെ ഔട്ട്പുട്ടിൽ അത് കുറച്ചും കൂടെ കൂടുതലാണ്. അതിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ കഴിഞ്ഞാൽ മനസ്സിലാവും, അതപ്പോ പറയാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രം ഇപ്പോൾ ഓർത്തോ, ഈ ലോജിക് 1 ലോജിക് 0 എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിംഗിൾ വാല്യൂ അല്ല, ദാറ്റ് വിൽ ബി എ റേഞ്ച് ഓഫ് വാല്യൂ. ഓക്കെ. ആൻഡ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഞാൻ ഇൻപുട്ടിൽ ഒരു ലോജിക് 1 കൊടുക്കുന്നു എന്ന് പറയുന്ന സെയിം മീനിങ് അല്ല ഔട്ട്പുട്ടിൽ ഒരു ലോജിക് 1 കിട്ടുന്നത്. ദാറ്റ് മീൻസ് ആ വോൾട്ടേജ് വാല്യൂ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂ പറയുവാണെങ്കിൽ ദാറ്റ് വോൾട്ടേജ് വാല്യൂ വിൽ നോട്ട് ബി സെയിം. ഒരു എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് ഫിഗറിൽ ഒന്ന് കാണിച്ചേക്കുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യാണിത്. ഇപ്പൊ ഇതിനകത്ത് കണ്ടോ, ഇപ്പൊ ഇൻപുട്ട് ഒരു 2 വോൾട്ട് ടു 3.3 വോൾട്ട് ഇത്രയും വരെ വന്നാൽ മാത്രമേ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ, ഇൻപുട്ട് ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതേപോലെ 0 to 0.8 വരെയുള്ള വാല്യൂസ് ആണ് ലോജിക് 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് 0.8 to 2 വോൾട്ട് നിങ്ങൾ ഇൻപുട്ടിലോട്ട് അപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് അൺആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ. ഇനി അതേ സാധനത്തിന്റെ ഒരു ഔട്ട്പുട്ട് കേസ് ആണിത്. ഔട്ട്പുട്ടിലാണെങ്കിൽ 0 to 0.4 വരെ മാത്രമേ ലോജിക് 0 ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ 0 to 0.4 വോൾട്ട് കിട്ടിയാലേ അത് 0 ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതേപോലെ മിനിമം 2.4 to 3.3 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
ആ റേഞ്ചിലാണ് ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അതിന്റെ ഇൻ ബിറ്റ്വീനുള്ള വാല്യൂ ആക്സെപ്റ്റ് ചെയ്യൂല. മീൻസ് അത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 1 ആണോ 0 ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ദാറ്റ് ഈസ് നമ്മുടെ ലോജിക് ലെവൽസ് 1 and 0 എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ബി എ സിംഗിൾ വാല്യൂ, ഇറ്റ് വിൽ ബി എ റേഞ്ച് ഓഫ് വാല്യൂസ്. ഓക്കെ, അത്രയും കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് മിനിമം ഒരു പെർട്ടിക്കുലർ ലോ ലെവൽ വാല്യൂസ് ഉണ്ടാവും, അതിനിടയിൽ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് ലോജിക് 0. അതേപോലെ ഒരു മാക്സിമം ലെവൽ ഓഫ് വാല്യൂസിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ലോജിക് 1. ഈ കാര്യം മനസ്സിലായോ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള കാര്യം, കുറച്ച് ടേംസ് പഠിക്കാനുള്ള എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ നോക്ക്, നമുക്ക് എപ്പോഴും ലോജിക് ഹൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാം അല്ലെ? അതായത് ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും ഈ പോയിന്റ് ആയിരിക്കും എപ്പോഴും ഹൈ എന്ന് അറിയാം. കാരണം മാക്സിമം ഇപ്പൊ നിങ്ങളുടെ ഐസിന്റെ കിറ്റിൽ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം 5 വോൾട്ട് ആണ്. അപ്പൊ ആ 5 ആണ് മാക്സിമം വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഹൈ വാല്യൂ നമുക്ക് എന്തായാലും അറിയാം ലോജിക് 1 ആയിരിക്കും. പക്ഷെ ഈ ഒരു വാല്യൂ അല്ലെ, എവിടം തൊട്ടിട്ടാണ് 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇത് നമുക്കറിയണം. സിമിലർലി എപ്പോഴും ലോജിക് 0ന്റെ 0 എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴും എന്തായിരിക്കും ലോജിക് 0 ആയിട്ട് തന്നെ എടുക്കുക. ഇനി 0 മുതൽ മാക്സിമം എത്ര വരെ എന്തായിട്ട് എടുക്കും, ലോജിക് 0 ആയിട്ട് എടുക്കും. ഓക്കെ, സോ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ലെവൽസ് ആണ്. മനസ്സിലായോ? അതായത് 0യിൽ സ്റ്റാർട്ട് ചെയ്യും, ലോജിക് 0 എന്ന് പറഞ്ഞാൽ ലോജിക് 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇനി അത് കഴിഞ്ഞ് ഇൻക്രീസ് ചെയ്ത് എത്ര വാല്യൂ വരെ ലോജിക് 0 ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. സിമിലർലി മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് ഇത് ലോജിക് 1 ആണെന്ന് നമുക്കറിയാം, അതിൽ എത്ര മിനിമം വരെ ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രണ്ട് വോൾട്ടേജ് ലെവൽസ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഇത് സിമിലർലി നമ്മുടെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇത് സെയിം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് വോൾട്ടേജ് ലെവൽസും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ 4 ഡെഫിനിഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ വി ക്യാൻ സീ ദ ഫസ്റ്റ് വൺ, ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. ഇത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ എഴുതാം. അല്ലാതെ ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ നമുക്ക് പറയുന്നത് നോക്ക്, ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. നിങ്ങളൊന്ന് ആലോചിക്കേ, ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ആണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് VIH മിനിമം. ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം വോൾട്ടേജ് ലെവൽ റിക്വയർഡ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് എ ഗേറ്റ് ഫോർ ദാറ്റ് ഇൻപുട്ട് ടു ബി ട്രീറ്റഡ് ആസ് ലോജിക് 1. അപ്പൊ നമുക്കറിയാം ലോജിക് 1 ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം എത്ര വേണം. ഇപ്പൊ ലോജിക് 1 ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഇൻപുട്ടിന്റെ കേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഇൻപുട്ടില് ഈ മാക്സിമം വാല്യൂ, ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിലാണെങ്കിൽ വിനോ 3.3 വോൾട്ട് എന്ന് പറയുന്നത് എന്തായാലും ലോജിക് 1 ആണെന്ന് നമുക്കറിയാം. പക്ഷെ അത് എവിടെ നിന്നാ തുടങ്ങുന്നതെന്ന് അറിയില്ല. ഓക്കെ, ദാറ്റ് പോയിന്റ് ഈസ് VIH മിനിമം. മനസ്സിലായോ? ദാറ്റ് ഈസ് മിനിമം വോൾട്ടേജ് ലെവൽ റിക്വയർഡ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദ ഗേറ്റ് ഫോർ ദാറ്റ് ഇൻപുട്ട് ടു ബി ട്രീറ്റഡ് ആസ് ലോജിക് 1. എന്നുവെച്ചാൽ എത്ര വോൾട്ടേജ് കൊടുത്താൽ അത് ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അതിന്റെ ആ സ്റ്റാർട്ടിംഗ് വാല്യൂ, മിനിമം വാല്യൂ എത്രയാണ്, ദാറ്റ് ഈസ് ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഹൈ ലെവലിലെ ഹൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോജിക് 1ന്റെ കാര്യമാണ് പറയുന്നത്. അതേപോലെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, ഇപ്പൊ ലോജിക് 1ന്റെ കേസിൽ ഇൻപുട്ട് വോൾട്ടേജിന് ലോജിക് 1 ആണെങ്കിൽ എന്തായിരിക്കും, ലോജിക് 1ന്റെ ഈ മാക്സിമം വാല്യൂ നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം അതിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ ദാറ്റ് വിൽ ബി മാക്സിമം വാല്യൂ, അത് ലോജിക് 1 ആയിരിക്കും നമുക്ക് അറിയുകയും ചെയ്യും. അപ്പൊ അവിടെ എന്താ വേണ്ടത്, ഈ മിനിമം വാല്യൂ ആണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റെപ്രസെന്റിംഗ് ആസ് VIH മിനിമം. ഓക്കെ, സോ I for input and H represent high level value. ഓക്കെ, സോ ഇൻപുട്ടിലുള്ള വാല്യൂ ആണ് പറയുന്നത്. ആൻഡ് ഹൈ ലെവൽ മീൻസ് അത് ലോജിക് 1നെ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ആൻഡ് ദിസ് മിനിമം ഇൻഡിക്കേറ്റ്സ് ലോജിക് 1നെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഡിഫൈൻ ചെയ്യേണ്ടത് ഏതാണ്, അത് എവിടം തൊട്ടിട്ടാണ് ലോജിക് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 5 വോൾട്ട് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ലോജിക് 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ബട്ട് അത് എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും, 2ൽ സ്റ്റാർട്ട് ചെയ്യുമോ, 3.5ലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 4ലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, that minimum value we have to know. So that is defined by this parameter, high level input voltage. That is minimum voltage level required at the input of the gate for that input to be treated as logic 1. മനസ്സിലായോ?
Okay. So similarly, high level output voltage. ഈ സെയിം കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഒരേപോലെയല്ല വരുന്നത്, ആ വാല്യൂ ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇതിൽ ഇൻപുട്ടിൽ 2 വോൾട്ട് ഹൈ ലെവലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ 2.4 കിട്ടിയാലേ എന്ത് ചെയ്യുള്ളൂ, ഹൈ ലെവലായിട്ട് അല്ലെങ്കിൽ ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. സോ ഇതേ കാര്യം ഹൈ ലെവൽ ഔട്ട്പുട്ടിൽ ഡിഫൈൻ ചെയ്യുന്നത്. സോ OH ഔട്ട്പുട്ട് ഹൈ. So again, high level define ചെയ്യുമ്പോൾ we have to know the minimum value. That is why VOH minimum. Okay. So high level output voltage. It is the minimum voltage level required at the output of a gate for that input to be treated as, for that output ആണ്, for that output to be treated as logic 1. Okay. So high level ഔട്ട്പുട്ട് വോൾട്ടേജ് VOH മിനിമം. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കിട്ടുന്നു, അത് എത്ര വോൾട്ടേജ് കിട്ടിയാൽ ലോജിക് 1 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ. സോ മിനിമം വോൾട്ടേജ് ലെവൽ റിക്വയർഡ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് എ ഗേറ്റ് ഫോർ ദാറ്റ് ഔട്ട്പുട്ട് ടു ബി ട്രീറ്റഡ് ആസ് ലോജിക് 1. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും, ഔട്ട്പുട്ടിന്റെ ഈ ഒരു ലെവലിനെയാണ് പറയുന്നത്. അപ്പൊ ഈ ലെവൽ തൊട്ട് പിന്നെ എത്ര വന്നു കഴിഞ്ഞാലും എന്താണ്, ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ലോജിക് 1. സോ ഈ മിനിമം വാല്യൂ ആണ് എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, VOH മിനിമം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ? Okay, so that's about high level voltage levels. Similarly, we have to define the low level input voltage and low level output voltage. So low level define ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് എന്താ വേണ്ടി വരിക, ലോജിക് 0 ഡിഫൈൻ ചെയ്യുമ്പം 0 എന്ന് പറയുന്ന വാല്യൂ we know it is logic 0, right? Then maximum ഏത് വാല്യൂ വരെ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. That is, here we have to define this point. That is, ഇവിടെ 0 എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം it will be logic 0, and up to which point this will be treated as logic 0. Okay, so we have to know the maximum value for which it will be treated as logic 0. So that we are defining low level input voltage as VIL max. So this is low level value indicating, I indicates input, L low level, and maximum means that is the maximum value up to which that input will be treated as logic 0. So we can define low level input voltage VIL max as it is the maximum voltage level that can be treated as logic 0. Okay, at the input of the gate. So IL and input in the case ആണ്. So ഒരു ഗേറ്റിന്റെ ഇൻപുട്ടിൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ലെവൽ അപ്ലൈ ചെയ്യുന്നു, മാക്സിമം എത്ര വാല്യൂ വരെ ആയാലും ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ലോജിക് 0. 0 ടു ഏതോ ഒരു ലെവൽ വരെ ലോജിക് 0 ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആ മാക്സിമം വാല്യൂവിനെയാണ് ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് VIL മാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. സിമിലർലി low level output voltage, that is maximum output voltage level that can be treated as logic 0 at the output of the gate. Okay, അതായത് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കിട്ടി. ഇപ്പൊ നിങ്ങളൊരു സർക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ 1 കിട്ടേണ്ട നേരം അവിടെ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ LED ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഔട്ട്പുട്ട് 1 ആണെന്ന് പറയുന്നത്. സോ ആ LED ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന വാല്യൂ, ഓക്കെ, അതായത് ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, സോറി 0 ആണ് കിട്ടേണ്ടതെങ്കിൽ ഈ ലെവലിന്റെ ഉള്ളിൽ വന്നാൽ ബ്ലിങ്ക് ചെയ്യാതിരിക്കും. ഓക്കെ, നമ്മൾ മാക്സിമം എന്ന് പറയുന്ന ലെവലിന്റെ ഉള്ളിൽ വന്നാൽ അത് ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂ എത്ര വരെ ഔട്ട്പുട്ടിൽ ലോജിക് 0 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് ഈ പറയുന്ന വാല്യൂ വരെ എന്ത് ചെയ്യൂല, നിങ്ങളിപ്പോ കിറ്റിൽ ചെയ്യുവാണെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ ഈ വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 0 to 0.4 വോൾട്ട് വരെ വന്നാലൊന്നും എന്ത് ചെയ്യൂല, അവിടെ LED ബ്ലിങ്ക് ചെയ്യൂല. അതുകൊണ്ടാണ് നമ്മളത് ലോജിക് 0 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതും അൺആക്സെപ്റ്റബിൾ റേഞ്ച് ആണ്. ഒരു 2.4 മേലെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ വാല്യൂ ആണെങ്കിലാണ്, ഇതല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇത് ആക്ച്വലി 3.3 അല്ല നമ്മുടെ മാക്സിമം വരുന്നത്, 5 ആണ് വരുന്നത്. ഓക്കെ, ഇത് വേറൊരു കേസ് നിങ്ങൾക്ക് നമ്പർ വെച്ചിട്ട് എക്സാമ്പിൾ കാണിച്ചേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. സോ ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ലെവൽ ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ലോജിക് 0 അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഗേറ്റ്. അപ്പൊ എത്ര വരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോജിക് 0 ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ദ ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. Okay,
So these are the 4 voltage levels. ഇത് ക്ലിയർ അല്ലേ? അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളെ ലോജിക് 0 ആണെങ്കിലും 1 ആയാലും ദാറ്റ് വിൽ നോട്ട് ബി എ സിംഗിൾ വാല്യൂ, ഇറ്റ് വിൽ ബി റേഞ്ച് ഓഫ് വാല്യൂസ്. സോ ആ റേഞ്ച് ഓഫ് വാല്യൂസ് വരുമ്പോൾ ലോജിക് 0 ആണെങ്കിൽ 0 ടു വാട്ട് റേഞ്ച്, നമുക്ക് ആ മാക്സിമം വാല്യൂ ഡിഫൈൻ ചെയ്യണം. ലോജിക് 1ന്റെ കേസിലാണെങ്കിൽ വി ഹാവ് ടു ഡിഫൈൻ ദ മിനിമം വാല്യൂ ഫ്രം വേർ, അതായത് ഏത് പോയിന്റ് തൊട്ടിട്ട് മാക്സിമം വരെയാണ് എന്ത് വരുന്നത്, ലോജിക് 1 വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ക്ലിയർ ആണോ? 4 വോൾട്ടേജ് ലെവൽസിന്റെ ഡെഫിനിഷൻസ്. Okay. Similarly, here we can define current values also. Okay. So ഇതിന് corresponding ആയിട്ട് we can have 4 current values as well. നിങ്ങൾക്ക് അറിയാലോ, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവും. സോ ആ കറന്റ് ലെവലിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ഹൈ ലെവൽ ഇൻപുട്ട് കറന്റ്, the current that flows into an input when a specified high level voltage is applied to that input. That is, ഒരു particular high level output voltage, input voltage apply ചെയ്യുന്ന സമയത്ത് the current flows to the input. That is called as high level input current, IIH. Okay. And low level input current can be defined as the current that flows into an input when a specified low level voltage is applied to that input. Okay. So if you are applying a low level voltage, see ഇവിടെ ഒരു example കാണിച്ചിട്ടുണ്ട്. If you are applying a low level voltage to this input of this NOT gate, then what will be the current flowing to the input? That is low level input current. Low level voltage ഇൻപുട്ടിലേക്ക് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ദാറ്റ് ഈസ് ലോ ലെവൽ ഇൻപുട്ട് കറണ്ട്. ആൻഡ് ഇഫ് യു ആർ അപ്ലൈയിങ് എ ഹൈ ലെവൽ വോൾട്ടേജ് ടു ദ ഇൻപുട്ട് ഓഫ് എ ഗേറ്റ്, ദാറ്റ് കറണ്ട് ഫ്ലോസ് കറസ്പോണ്ടിങ് ടു ദാറ്റ് വോൾട്ടേജ് ഇസ് കോൾഡ് ഹൈ ലെവൽ ഇൻപുട്ട് കറണ്ട്. Okay. Similarly, we can have high level output current and low level output current. That is the current that flows from an output in logic 1 stage under specified load conditions. ഇവിടെ കണ്ടോ, ഔട്ട്പുട്ടിൽ ഹൈ ലെവൽ വോൾട്ടേജ് ആണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ദാറ്റ് ഈസ് IOH. സിമിലർലി ഔട്ട്പുട്ടിൽ ലോ ലെവൽ വോൾട്ടേജ് ആകുമ്പോൾ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് IOL. ഓക്കെ. സോ വോൾട്ടേജ് ലെവൽസിന്റെ കൂടെ ഈ കറണ്ട് ലെവൽസിന്റെ ഇക്വേഷൻസും കൂടെ, ഡെഫിനിഷൻസും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നോട്ട് ചെയ്യണേ ഡെഫിനിഷൻസ് എല്ലാം. സോ ഹൈ ലെവൽ ഇൻപുട്ട് കറണ്ട്, ലോ ലെവൽ ഇൻപുട്ട് കറണ്ട്, ഇത് നോട്ട് ചെയ്തോ ഡെഫിനിഷൻസ്? Okay. Similarly, high level output current and low level output current. That is current that flows from an output in logic 1 state under specified load condition. And low level output current means current that flows from the output in logic 0 state under specified load conditions. That is output logic 1 ആണെങ്കിൽ what will be the current flow? Output logic 0 ആണെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. Okay. That are the current levels. വോൾട്ടേജ് ലെവൽസ് കൃത്യമായിട്ട് പഠിക്കട്ടെ, അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കറണ്ട് ലെവൽസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ, ഡെഫിനിഷൻസ് നോക്കിയാൽ മതി. ഓക്കെ. ക്ലിയർ അല്ലേ? ഈ വോൾട്ടേജ് ആൻഡ് കറന്റ് ലെവൽസ് ക്ലിയർ ആണോ? Now, that is the first characteristics.
Then second one is propagation delay. Okay, so second one, next one is propagation delay. That is, propagation delay means നമ്മളിപ്പം ഒരു സർക്യൂട്ടിൽ ഇൻപുട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, നിങ്ങൾ ഒരു ആൻഡ് ഗേറ്റ് ആണെങ്കിൽ അതിന് 1 1 എന്നുള്ള ഇൻപുട്ട് കൊടുത്തു. കറസ്പോണ്ടിംഗ്ലി ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് ഒരു 1 പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം എടുക്കും. ആക്ച്വലി ആ ടൈമിനെയാണ് എന്ത് പറയുന്നത്, പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. എ പൾസ് ത്രൂ എ ഗേറ്റ് takes a certain amount of time to propagate from input to output. നമ്മളൊരു പൾസ് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട്, നിങ്ങൾ ബൈനറി ഇൻപുട്ട് 0 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ദറ്റ് ഈസ് ഇഫ് യു ആർ അപ്ലൈയിങ് എൻ ഇൻപുട്ട് ടു എ ഗേറ്റ്, ഇറ്റ് വിൽ ടേക്ക് എ certain amount of time, ഒരു പെർട്ടിക്കുലർ amount of time to propagate from input to output. This interval of time is known as propagation delay of the gate. This ആക്ച്വലി നമ്മുടെ ഒരു സർക്യൂട്ടിന്റെ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന പാരാമീറ്റർ ആണ്. നമ്മൾ ഇൻപുട്ട് കൊടുത്ത് പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ ഹൈ സ്പീഡ് എന്ന് പറയാം, അല്ലെ? ഡിലേ ആവുകയാണെങ്കിൽ ലോ സ്പീഡ് എന്ന് പറയാം. സോ മോസ്റ്റ്ലി നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, പ്രൊപ്പഗേഷൻ ഡിലേ ലെസ് ആയിരിക്കണം എന്നാണ് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറയാം. നിങ്ങളിപ്പം ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിവൈസ് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്പീഡ് നോക്കും, അല്ലെ? ഹൈ സ്പീഡ് ഉള്ളതല്ല ഹൈ പെർഫോമൻസ് ഉള്ളതാണ് പ്രിഫർ ചെയ്യുന്നത്. സോ അവിടെ എന്തായിരിക്കണം, ഈ പ്രൊപ്പഗേഷൻ ഡിലേ കുറവാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഹൈ സ്പീഡ് കിട്ടുള്ളൂ. ഓക്കെ, so propagation delay എന്ന് പറഞ്ഞാൽ time interval of time, that the interval of time between application of input and retrieval of output. ഇത് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നു ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയുന്നത്, പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ദ ഗേറ്റ്. അതൊരു സിംഗിൾ ഗേറ്റ് കേസ് പറയാം, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് എടുക്കുവാണെങ്കിൽ ആ സർക്യൂട്ടിൽ ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്ന ടൈം. ഓക്കെ, ആൻഡ് ദ ഇക്വേഷൻ is TPD, that is propagation delay, is equal to TPLH plus TPHL divided by 2. Okay, so ഇതിൽ എന്താണ്, what is this TPLH and TPHL? Okay, so TPHL means the time required for the output signal to change from its high level to low level as a consequence of an input signal change. അപ്പൊ നമ്മൾ ഈ ഔട്ട്പുട്ട് ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്ന ടൈം ഓഫ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞു. നമുക്ക് മെയിൻലി നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ടിലെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ either a signal can be changed from 0 to 1 or from 1 to 0. ഓക്കെ, സോ ഈ രണ്ടിനെടുക്കുന്ന ടൈമും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കൂല. മേ ബി ചില സമയം ഈക്വൽ ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കൂല, ഈക്വൽ ആയിരിക്കൂല. സോ TPHL എന്ന് പറഞ്ഞാൽ ഹൈ ടു ലോ, HL എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടൈം റിക്വയർഡ് ഫോർ ദ ഔട്ട്പുട്ട് സിഗ്നൽ ടു ചേഞ്ച് ഫ്രം ഇറ്റ്സ് ഹൈ ലെവൽ ടു ലോ ലെവൽ. That is why it is TPHL. So high to low level output ഒരു corresponding to an input signal change. ഇൻപുട്ടിൽ എന്തോ സിഗ്നൽ ചേഞ്ച് ഉണ്ടായി, കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഹൈ ടു ലോ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലോജിക് 1 to 0 ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ that time is called TPHL. And TPLH, ഇപ്പൊ TPLH എന്തായിരിക്കും, നേരെ തിരിച്ച് the time required for the output signal to change from its low level to high level as a consequence of the input signal change. ഇപ്പോൾ ഓൾറെഡി ഔട്ട്പുട്ട് 0 ആണ്, ദെൻ ഇൻപുട്ടിലുള്ള ചേഞ്ചസിനെ കൊണ്ട് ഔട്ട്പുട്ട് 1 ആവണം. സോ ദ ടൈം റിക്വയർഡ് ടു ചേഞ്ച് ദ ഔട്ട്പുട്ട് ഫ്രം 0 to 1, ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് TPLH. And we are defining the propagation delay of that gate as these two values. That is 0 to 1 ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിന്റെയും 1 to 0 ചേഞ്ച് ചെയ്യുന്ന ടൈമിന്റെയും ആവറേജ് വാല്യൂ ആണ് ആ ഗേറ്റിന്റെ പ്രൊപ്പഗേഷൻ ഡിലേ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വൈ വി ആർ ഡിഫൈനിങ് TPD ആസ് TPLH plus TPHL divided by 2. ഓക്കെ, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കൂടെ ഒന്ന് നോക്കിക്കോ. സി ഹിയർ, രണ്ടും സെയിം ഡയഗ്രാം ആണ് കേട്ടോ, ഏതെങ്കിലും ഒരെണ്ണം വരച്ചാൽ മതി. കുറച്ച് കളർ മറ്റേതും കൂടെ ഒന്ന് കാണാൻ കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എടുത്തുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഡയഗ്രാം വരച്ചാൽ മതി കേട്ടോ. This is actually representing propagation delay of an inverter. So inverter case നിങ്ങൾക്ക് അറിയാം, inverter means not gate. Okay, so inverter കേസിൽ as you know നമ്മൾ പറയുന്നത് 1 കൊടുത്താൽ 0 കിട്ടും, 0 കൊടുത്താൽ 1 കിട്ടും, അല്ലെ? അപ്പൊ ഒരു പൾസ്, ഇതുപോലൊരു പൾസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആക്ച്വലി എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ഐഡിയൽ കണ്ടീഷൻ ആണെങ്കിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് if it is input is 0, output will be logic 1.
and input is 1, output will be logic 0. Again input 0, output will be logic 1. So നമ്മൾ assume ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഐഡിയലി ഈ ഒരു കണ്ടീഷൻ ആണ് പറയുന്നത്. ബട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ഇൻപുട്ടിൽ ചേഞ്ച് ഉണ്ടായ ആ സ്പോട്ട് തന്നെ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരില്ല. ഡ്യൂ ടു ദിസ് പ്രൊപ്പഗേഷൻ ഡിലേ ഇറ്റ് വിൽ ടേക്ക് എ പെർട്ടിക്കുലർ ടൈം. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ഔട്ട്പുട്ടിലേക്ക് വരുള്ളൂ. ദാറ്റ് ഈസ് ദ പ്രൊപ്പഗേഷൻ ഡിലേ. ഓക്കെ, ഓൾസോ നമ്മുടെ പൾസ് നമ്മൾ ഐഡിയലി ഇങ്ങനെ പറഞ്ഞാലും എന്താണ്, ഒരു റൈസിങ് എഡ്ജ് ഒക്കെ ഉണ്ടാവും പൾസിന്. പൾസും മിനിമം വാല്യൂ നിന്ന് മാക്സിമം വാല്യൂ എത്താൻ ഇൻപുട്ട് ആയി കഴിഞ്ഞാലും എന്താണ്, അതും കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ അതിനാണ് റൈസിങ് ടൈം. ഈ റൈസിങ് ടൈം ഫോളിങ് ടൈം എന്നുള്ള ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 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 റൈസ് ടൈം ഫോൾ ടൈം എന്ന് കേട്ടിനാ? ഉണ്ടോ? ഇവിടെ ഒന്നുകിൽ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഇല്ലാന്ന് പറ. ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതും കൂടെ പറഞ്ഞിട്ട് പറഞ്ഞുതരാം എന്താണ് ഉദ്ദേശിക്കുന്നത്. പ്രൊപ്പഗേഷൻ ഡിലേന്റെ ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം.